ഇനി പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഹോർമുസ് കടലിടുക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നു നൽകേണ്ടതിന്റെ പ്രാധാന്യമൂന്നി പറഞ്ഞ് GCC-US സംയുക്ത പ്രസ്താവന. മനാമയിൽ ചേർന്ന GCC-US മന്ത്രിതല യോഗത്തിന് ശേഷമാണ് സംയുക്ത പ്രഖ്യാപനം. സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ്, GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദേവി എന്നിവരും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് നിർണായക തീരുമാനം. ബഹ്റിൻ തലസ്ഥാനമായ മനാമയിൽ ചേർന്ന യോഗത്തിൽ ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സഹാനിയും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായിരുന്നു അധ്യക്ഷത വഹിച്ചത്. ഹോർമുസ് കടലിടുക്കിൽ യാതൊരുവിധ നികുതികളോ ഫീസുകളോ ഏർപ്പെടുത്താനോ നിയന്ത്രണം സ്ഥാപിക്കാനോ ഉള്ള ശ്രമങ്ങളെ അംഗീകരിക്കില്ലെന്ന് സംയുക്ത പ്രഖ്യാപനത്തിൽ പറയുന്നു. ഇറാനുമായി നടത്തുന്ന ഏതൊരു വ്യാപാര നിക്ഷേപ ഇടപാടുകളും കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും. ആവശ്യമെങ്കിൽ ഇത് റദ്ദാക്കാവുന്നതാണ്. മേഖലയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ ഇറാനിൽ നിന്നുള്ള എല്ലാത്തരം ഭീഷണികളെയും ഒന്നിച്ചു നേരിടും. നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന ചർച്ചകളിൽ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയും താൽപര്യങ്ങളും പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം. അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കാനും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനും ഇറാൻ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സിറിയൻ ജനതയ്ക്ക് സുരക്ഷിതവും സുസ്ഥിരവുമായ രാജ്യം കെട്ടിപ്പടുക്കാൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച യോഗം ലെബനന്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗവ്യാപനം ശക്തം. ഇന്ത്യയിലെത്തുന്ന രാജ്യാന്തര വിമാനയാത്രക്കാർക്കായി എയർ സുവിധ 2.0 ആരോഗ്യ സ്വയം സാക്ഷ്യപത്ര പോർട്ടൽ പുനരാരംഭിച്ച് കേന്ദ്ര സർക്കാർ. കോങ്കോ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന രാജ്യാന്തര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യ പ്രതിരോധ നടപടികൾ കർശനമാക്കിയത്. വിമാനത്താവളങ്ങളിലെ ഇമിഗ്രേഷൻ പരിശോധനയ്ക്ക് മുമ്പായി യാത്രക്കാർ ഈ ഡിജിറ്റൽ ഫോം സമർപ്പിക്കണം. കഴിഞ്ഞ 21 ദിവസത്തെ യാത്രാ വിവരങ്ങൾ, രോഗികളുമായി സമ്പർക്കത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം, നിലവിൽ രോഗലക്ഷണങ്ങളുണ്ടോ തുടങ്ങിയ വിവരങ്ങളാണ് ഫോമിൽ രേഖപ്പെടുത്തേണ്ടത്. കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയവും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും ചേർന്നാണ് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കിയത്. യാത്ര പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ് വരെ ഈ സ്വയം സാക്ഷ്യപത്രം ഓൺലൈനായി പൂരിപ്പിക്കാം. വിമാനത്തിൽ കയറുന്നതിന് മുമ്പോ വെബ് ചെക്ക് ഇൻ സമയത്തോ ഫോം പൂരിപ്പിച്ച് അതിന്റെ ഡിജിറ്റൽ അല്ലെങ്കിൽ പ്രിന്റ് കോപ്പി കൈവശം കരുതണം. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ എത്തുമ്പോൾ ഹെൽത്ത് ഡെസ്കിലോ ഇമിഗ്രേഷൻ കൗണ്ടറിലോ ഇത് കാണിച്ചാൽ മതിയാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശികൾക്ക് ഒമാനിൽ വസ്തുവകകൾ വാങ്ങുന്നതിനായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ യാതൊരുവിധ മാറ്റവുമില്ല. വിശദീകരണവുമായി ഭവന നഗരാസൂത്രണ മന്ത്രാലയം രംഗത്ത്. വിദേശികൾക്ക് ഒമാനിൽ വസ്തുവകകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ യാതൊരുവിധ മാറ്റവുമില്ലെന്ന് ഭവന നഗരാസൂത്രണ മന്ത്രാലയം. വിദേശികൾക്ക് ഒമാനിൽ എവിടെയും പ്രോപ്പർട്ടികൾ വാങ്ങാൻ അനുമതിയുണ്ടെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രാലയം അറിയിച്ചു. വിദേശികളുടെ താമസാനുമതി നിയമത്തിൽ വരുത്തിയ പുതിയ ഭേദഗതികൾക്ക് പിന്നാലെയാണ് ഇത്തരം പ്രചരണങ്ങൾ. പുതിയ ഭേദഗതികൾ റെസിഡൻസി അവകാശങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതാണെന്നും വിദേശികൾക്കുള്ള ഭൂമിയുടെ ഉടമസ്ഥാവകാശം വിപുലീകരിച്ചിട്ടില്ലെന്നും ഭവന നഗരാസൂത്രണ മന്ത്രാലയം വ്യക്തമാക്കി. നിർമ്മാണം പൂർത്തിയായതോ അല്ലെങ്കിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്നതോ ആയ റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകൾ സ്വന്തമാക്കുന്ന വിദേശികൾക്ക് സ്പോൺസർ ഇല്ലാതെ റെസിഡൻസി പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ് പുതിയ ചട്ടങ്ങൾ. എന്നാൽ ഇത് നിലവിലുള്ള വസ്തു ഉടമസ്ഥാവകാശ നിയമങ്ങളെ ഒട്ടും ബാധിക്കില്ല. നിലവിൽ ഇന്റഗ്രേറ്റഡ് ടൂറിസം കോംപ്ലക്സുകൾ, സുൽത്താൻ ഹൈതം സിറ്റി, അൽ തുറയ സിറ്റി, അൽ ജബൽ അൽ അലി തുടങ്ങിയ പുതിയ നഗര പദ്ധതികൾ, സുറുഹ് പോലുള്ള ഇന്റഗ്രേറ്റഡ് റെസിഡൻഷ്യൽ മേഖലകൾ എന്നിവയിൽ മാത്രമേ വിദേശികൾക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ അനുമതിയുള്ളൂ. GCC പൗരന്മാർക്കുള്ള പ്രോപ്പർട്ടികൾ ഉടമസ്ഥാവകാശം നിലവിലുള്ള പ്രത്യേക GCC കരാറുകൾക്കും ഒമിനി ചട്ടങ്ങൾക്ക് വിധേയമായി തന്നെ തുടരുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.